ഹലോ, അസ്സാം വലൈക്കും. ഇഷ്വാസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സാം വലൈക്കും. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട്, അപ്പോൾ കുറേ ദിവസമായി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടും വീഡിയോസൊക്കെ ഇട്ടിട്ട് കേട്ടോ. ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇട്ടിരുന്നു, അല്ലാതെ ലോങ് വീഡിയോ ഒക്കെ കുറേ ആയി ഇട്ടിട്ട്. അപ്പോൾ ഞാൻ പുറത്ത് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അത് കുറച്ച് ദിവസമായി ഞാൻ എടുത്ത് വെച്ചിട്ടിട്ടോ. അപ്പോൾ ഒരു ഞായറാഴ്ച അല്ലേ ഒഴിവുള്ളൂ, അപ്പോൾ പുറത്ത് പോണ വീഡിയോ എടുത്തതാണ്. സദാശിവൻ നഗറാണ്, അവിടെ ഒരു പാർക്കുണ്ട്, അതിൽ പോകും കേട്ടോ. അപ്പോൾ ഇത് ഇക്കാൻ അറിയണ ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. സനാമാമു പറയും. അപ്പോൾ അയാളെ വണ്ടിയിലാണ് പോണത്. അയാൾ ഇവിടെ എല്ലായിടത്തും ഞങ്ങളെ കൊണ്ടുവിടാറൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പാവാളാണ്, വയസ്സായ ഒരു മാമുവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി അപ്പോൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളവിടുത്തെ മാർക്കറ്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇപ്പോൾ റോട്ടിൽ കൂടി പോകുമ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അവിടെ പോയിട്ട് ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ ഇതാ വഴിയോര കച്ചവടക്കാരിങ്ങനെ വഴിയിൽ ഇതാ ബലൂണൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അവറ്റുകൾ ആ റോട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങണൊക്കെ, അവിടെ തന്നെ കിടക്കണമൊക്കെ കേട്ടോ. അവിടെ വിൽക്കണമുണ്ട്. അപ്പോൾ അവിടെ തന്നെ കിടത്തൊക്കെ കേട്ടോ റോഡ് സൈഡിൽ. അപ്പോൾ നമ്മൾ കുറേ പോവാണ്ട് കേട്ടോ, കുറച്ചൊക്കെ റൂമിൻ്റെ അവിടുന്ന്. ഇപ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ. പൊതുവേ ഞായറാഴ്ച ദിവസങ്ങളിൽ ബാംഗ്ലൂർ നല്ല തിരക്കായിരിക്കും, അതേപോലെ ട്രാഫിക്കും നല്ല ട്രാഫിക്കായിരിക്കും കേട്ടോ. ഒന്ന് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് കുറച്ചേ പോകാനുള്ളെങ്കിലും അത് നല്ല വൈകിട്ടേ നമ്മൾ എത്തുള്ളൂ. അപ്പം അത്രയും തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ. ഈ റോഡൊന്നും വല്ലാതെ തിരക്കില്ല, പക്ഷേ നമ്മൾ പൊതുവേ തിരക്കുണ്ടാവാറുണ്ട്. പിന്നെ ഈ ഭാഗത്തൊന്നും വല്ലാതെ തിരക്ക് കാണാനില്ല കേട്ടോ. ബാംഗ്ലൂരൊക്കെ ഇങ്ങനെ മരങ്ങളെ ഏരിയയൊക്കെയാണ് ഈ ഭാഗം. നമ്മളവിടെ നിന്ന് ഇങ്ങനത്തെ ഏരിയ അല്ല കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് നമ്മളവിടെ ഫുള്ള് കച്ചവട ഏരിയയാണ്. അപ്പോൾ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെ കാണുള്ളൂ. ഇപ്പോൾ നമ്മളെ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് കണ്ട് പോകാൻ കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാഴ്ചകൾ പച്ചപ്പൊക്കെ ഒന്ന് കാണുള്ളൂ കേട്ടോ. നാട് പോലെ തോന്നുന്നു നമുക്ക്. അപ്പോൾ ഇതാ ഒരു ട്രാഫിക് കൂടി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ എത്തും കേട്ടോ. അപ്പോൾ ട്രാഫിക്കിലൊക്കെ ഇതാ ആൾക്കാർ ബൊക്കെയൊക്കെ ആയിട്ട് പൂക്കളെ ബൊക്ക വിൽക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളോട് വന്നിട്ട് ചോദിച്ചിരുന്നു വേണോന്ന്. അപ്പോൾ വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കണുണ്ട്. ഇപ്പോൾ വേഗം മുഖമൊക്കെ മറക്കിയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതാ നമ്മൾ എത്തിയിട്ടോ പാർക്കിൽ. അങ്ങനെ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങാറായി. അപ്പോൾ 2 ഗേറ്റ് ഉണ്ട് കേട്ടോ. ഇത് സെക്കൻഡ് ഗേറ്റാണ്. ഫസ്റ്റ് ഗേറ്റ് അപ്പുറത്തുണ്ട് ഒന്ന്. അപ്പോൾ നമുക്ക് 2 വഴിക്കൂടെയും വരാം. നമ്മൾ കുറച്ച് കറങ്ങാനുണ്ട് കേട്ടോ. അത് കൂടി നല്ല റൗണ്ട് അടിച്ച് വരാനുണ്ട്. ഈ നിലത്തൊന്നും അന്ന് ഇങ്ങനെ ഇതൊന്നും ഇട്ടിരുന്നില്ല കേട്ടോ, കട്ടയ്ക്ക്. അതൊക്കെ ഇപ്പോൾ കുറച്ചായിട്ടോ ഇതൊന്നും ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇൻഷാക്കും ഇപ്പാക്കും 3 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഇവിടെ വന്നിട്ടുള്ളത്. 3-4 വയസ്സിലൊക്കെ കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാക്കും ഇപ്പാക്കും 12 വയസ്സായി. അപ്പോൾ കൊല്ലങ്ങളായിട്ടുണ്ടാവിട്ടില്ല, വന്നിട്ട് ഇപ്പോൾ കുറച്ച് കൊല്ലമായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടോ. ഉള്ളിലൊക്കെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ചെടികൾ, പല നല്ല വെറൈറ്റി ചെടികളും നല്ല പച്ചപ്പും നല്ല രസമുണ്ട് കേട്ടോ കാണാം. അപ്പോൾ ആദ്യമൊക്കെ ഇത് ഒരു ചെറിയൊരു നടുവിലൊരു കുളം പോലെ ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രാവുകളും അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിറച്ച് പ്രാവൊക്കെ വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ അതിൽ. ഇപ്പോൾ അതൊക്കെ പൊളിച്ച് ഫുള്ളൊന്നാക്കിക്കണു. അപ്പോൾ ഇവിടെയൊക്കെ നടക്കേണ്ട പാതകളൊക്കെ ആക്കി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇരിക്കാനും ഒക്കെ എല്ലാം ഉണ്ട്. ആദ്യം ഇരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇരിക്കാനുള്ള എല്ലാതും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനും. അപ്പോൾ ഇതിൽ നിറച്ച് അരയന്നങ്ങളുണ്ട് കേട്ടോ. അന്നും ഉണ്ടായിരുന്നു അരയന്നങ്ങൾ, അന്നും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും അരയന്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അവിടെ അതാ കാണുന്നത് അരയന്നങ്ങളുടെ വീടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം കാറ്റ് കൊള്ളണമെങ്കിലൊക്കെ നമുക്കവിടെ വന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഐശുവിന് അരയന്നങ്ങളും താറാവൊക്കെ ഇങ്ങനെ പോണതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കാണിച്ചു കൊടുത്തു കേട്ടോ. അത് കുറച്ച് താറാവുകൾ കയറി റെസ്റ്റ് ചെയ്യാനൊക്കെ കയറി ഇരിക്കണുണ്ട് കേട്ടോ കരയിൽ. ഒരു ദ്വീപ് പോലെയൊക്കെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഫുള്ളൊരു തടാകം പോലെ ഫുള്ള് റൗണ്ടിലാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല രസമാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റാണ്. അപ്പോൾ ഇതാ നമ്മളവിടെ കുറച്ച് നേരം നിന്നപ്പോൾ അപ്പോൾ അവിടുന്ന് കുറച്ചിങ്ങോട്ട് മാറി നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നിറച്ച് മീനുകളെ കാണുന്നുണ്ട് കേട്ടോ. വലിയ മീനുകളെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി ഇങ്ങനെ നിന്നപ്പോഴേ
നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതാ ആ ഇലയുടെയൊക്കെ മറവിൽ കൂടി വലിയ മീനുകളുണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരം നോക്കി നിന്നിട്ടോ. നല്ല വലിപ്പമുള്ള മീനുകളാണ് കേട്ടോ. അത് കാണുമ്പോൾ നല്ല വലിപ്പമുണ്ട് നേരിട്ട് കാണാൻ. നല്ല വലിയ മീനുകളൊക്കെ കണ്ടു. ഒക്കെ ഒഴിവ് സമയങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ടും ഇരിക്കാനും നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും വന്ന് കാണേണ്ട ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ സദാശിവനഗർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. കുറേ നടന്നു വെക്കാനും ഇരിക്കാനും ഒക്കെ നല്ല കാറ്റൊക്കെ കൊണ്ട് നടക്കാൻ പറ്റുന്ന സ്ഥലമാണ്. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൽഫ് എന്നോട് ചോദിച്ചു ഒരു വീഡിയോ എടുത്ത് തരും വെച്ച് വെച്ചിട്ട് അവൾ ഷാളും കൊണ്ട് പറത്തിയിട്ടൊക്കെ വരുന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടോ. ഇവിടുന്ന് ഞങ്ങൾ ഇനി കുട്ടികളെ അപ്പുറത്തെ ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ ഇനി ഇത് റൗണ്ട് അടിച്ച് വേണം കേട്ടോ പോവാൻ. ഇന്ന് കുറേ റൗണ്ട് അടിക്കാനുണ്ട്. ഇവിടുന്ന് ഒരു തല വരെ നടക്കാനുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ കാണുന്നത് അരയന്നങ്ങൾക്ക് താമസിക്കാനുള്ളൊരു വീട് പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതാ ഇവിടെയൊക്കെ അരയന്നങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ ഫുള്ള് അരയന്നങ്ങളാട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമ്മളിനി അങ്ങനെ നടന്നിട്ട് അപ്പുറത്തേക്ക് പോകണം. നല്ല മഴക്കാറൊക്കെ ഇങ്ങനെ മൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് നടന്ന് അങ്ങനെ പോയിട്ട് കുറച്ച് നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. കുട്ടികളെ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു. കുറച്ച് നേരം അവിടെ കുറച്ച് നേരം നിന്നു. അങ്ങനെ പിന്നെ നടക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോഴാണ് കേട്ടോ ഐഷ അവിടെ പ്രാവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ പ്രാവുണ്ട് എന്ന് പറയണേ. അപ്പോൾ ഇവിടെ ഈ കുളത്തിൻ്റെ അരികെ നിറച്ച് പ്രാവുകളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വന്നപ്പോൾ ആകെ ഒരു പ്രാവിനേറ്റേ കണ്ടു. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുള്ള പാർക്കാണ്. എല്ലാവരും വൈകുന്നേരമൊക്കെ നടക്കാനൊക്കെ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നാലൊക്കെ നടക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. അതാവുന്ന കുറേ ആൾക്കാർ നടക്കാൻ വന്ന് കണ്ടിരുന്നു കേട്ടോ. പിന്നെ രാവിലെയും ഒക്കെ നടക്കാൻ വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തുനിന്ന് ആ തലക്കെ എക്സസൈസ് ചെയ്യാനുള്ള എല്ലാതും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെയൊന്നും പോയില്ല. കുട്ടികൾക്കുള്ള പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നോക്ക് ആകാശമൊക്കെ നല്ല കറുത്ത് വന്നിക്കണം. അവിടെ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ മഴ പെയ്യും തോന്നുന്നു കേട്ടോ. അപ്പോൾ നല്ല ഇർട്ട് കുത്തി മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു പാർക്കാണ് കേട്ടോ. നമുക്കൊന്ന് നമ്മുടെ മനസ്സൊക്കെ തുറന്നല്ലേ നല്ല പച്ചപ്പൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല പാർക്കാണ്. അപ്പോൾ ബാംഗ്ലൂരൊക്കെ വരുന്നവരെന്തായാലും ഈ പാർക്കൊക്കെ ഒന്ന് കാണാൻ പോയി നോക്കണം കേട്ടോ. സദാശിവനഗറാണ്. അപ്പോൾ ഈ പാർക്കിലൊക്കെ ഒന്ന് പോയി നോക്കണം. നല്ല രസമാണ് കേട്ടോ. നമുക്ക് നമ്മളെ നാടിനേക്ക് ഓർമ്മ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നടന്ന് നമ്മളിതാ കുട്ടികളെ കളിക്കണ ആ ഭാഗത്തെത്തി കേട്ടോ. അപ്പോൾ ഈ പൂക്കളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. നമ്മളെ നാട്ടിലൊക്കെ റോഡ് സൈഡിൽ കൂടെയൊക്കെ ഉണ്ടാവണ കാട്ടുമല്ലിക എന്നൊക്കെ പറയട്ടെ. ഞങ്ങളെ നാട്ടിൽ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയണം കേട്ടോ. നമ്മൾ കുട്ടികൾ കളിക്കണം അവിടെ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളെ പാർക്കിലേക്ക് കയറ്റി കളിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൽ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ കയറ്റാമെന്ന് വിചാരിച്ചു. നല്ല തിരക്ക് ഒഴിയോക്കാരെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കാണാൻ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ ഇവിടെ നല്ല കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഇനി ഒന്ന് ചുറ്റി വരാനുണ്ട്. ഞങ്ങൾ അങ്ങനെ ചുറ്റാനൊന്നും പോയില്ല. മഴ പെയ്തു കേട്ടോ. അപ്പത്തിന് മഴ ചാറിയും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ടോയ്ലറ്റൊക്കെ പോയി വന്നപ്പോഴത്തേന് മഴ പെയ്തു കേട്ടോ. നല്ല കാറ് കയറിയിരുന്നല്ലോ. അപ്പോൾ നല്ല മഴ പെയ്തു. കുറച്ച് നേരം നമ്മളതാ അങ്ങനത്തെ ഇതിൽ കൂടി കയറി നിന്നു കേട്ടോ. പക്ഷെ മഴ കുറയണ ഒരു സാധ്യത കാണുന്നില്ല. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് ഓടിയപ്പോൾ ഇവിടെ ഒരു യോഗയൊക്കെ നടക്കുന്ന ഒരു വലിയ ഹോളുണ്ട്. അതിൽ കയറി നിന്നിട്ട് എല്ലാവരും അതിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ അതിൽ കയറി നിന്നിക്കണു.
അപ്പോൾ നമുക്ക് വല്ലാതെ അങ്ങോട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. നമ്മൾ വന്നപ്പോഴത്തേന് കുറച്ച് നേരം വൈകിട്ടോ, നല്ല മഴയും പെയ്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം നിന്നു, മഴ തോരനൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ എല്ലാം ഒന്ന് മഴ കുറഞ്ഞപ്പോൾ അവിടെ കളിക്കണം, അവിടുത്തെ പോയി നോക്കിയപ്പോൾ എല്ലാം നനഞ്ഞ് നടക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മഴ കൊണ്ടിട്ടാണ് കേട്ടോ പിന്നെ തിരിച്ചിപ്പുറത്തേക്ക് നടന്നപ്പോൾ മഴയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സനാമാമ നമ്മളവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അയാൾ വിളിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോന്നു. അങ്ങനെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.